കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഡീനിനെ പിന്തുണച്ച് BJP അംഗങ്ങൾ രംഗത്ത് വന്നു. ഇതിനിടെ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ദളിത് വ്യക്തിയാണെന്ന BJP സിൻഡിക്കേറ്റ് അംഗം TG വിനോദ് കുമാറിന്റെ പരാമർശം വിവാദമായി. ഈ ജാതി ഉള്ളവരെ ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് അവരാണ്. കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ടീച്ചർ പറയാൻ വഴിയില്ല. ഞാൻ അന്വേഷിച്ചോ, ഒരു കാര്യം പറയാം. ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം കേട്ടോ. ഉത്തരം കിട്ടുമ്പോ കുഞ്ഞനെ കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, ഏറെ നാടകീയമായ സംഭവങ്ങൾക്കാണ് കേരള സർവകലാശാല സാക്ഷ്യം വഹിച്ചത്. സെനറ്റ് യോഗത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്നു. എന്താണ് അതിനുശേഷം SFI നടത്തിയ പ്രതിഷേധ മാർച്ച് കൂടി? ഇപ്പോഴവിടെ സ്ഥിതി ശാന്തമാണോ? ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? ടോം, തീർച്ചയായും ഇപ്പോൾ നിലവിൽ അവിടെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ സെനറ്റ് യോഗം അവസാനിച്ചു. VCയും ഈ ഡീൻ അടക്കമുള്ള എല്ലാ അധ്യാപകരും സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം യോഗം അവസാനിച്ചത് രാവിലെ 8:30 ആരംഭിച്ച സെനറ്റ് യോഗത്തിൽ തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് വ്യാപിക്കുകയായിരുന്നു. അതായത് ഈ ഒരു ആരോപണ വിധേയയായ ഡീനെ ഈ ഒരു യോഗത്തിൽ നിന്നും പിരിച്ചുവിടണം, അതായത് പുറത്താക്കണം. ഒപ്പം ഇവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇത്തരത്തിൽ പ്രതിഷേധം പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം തുടങ്ങിയത്. അതിനുശേഷം 3 മണിക്കൂറോളം ഈ ഒരു യോഗം തുടർന്നു. പക്ഷേ ആ സമയത്തൊന്നും VC യാതൊരുവിധ രീതിയിലും സഹകരിച്ചില്ല എന്ന് ആരോപണമുണ്ടായിരുന്നു. അതായത് ഈ ഒരു യോഗം നടപടികളിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഇതിലൊരു കൃത്യമായ ഒരു മറുപടി പറയാനോ ഒന്നും ഇത്തരത്തിൽ VC തയ്യാറായില്ല. പിന്നീട് എല്ലാ അജണ്ടയിലെ എല്ലാ കാര്യങ്ങളും പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓഫീസിൽ നിന്നും, അതായത് ഈ ഒരു യോഗത്തിൽ നിന്നും അദ്ദേഹം പുറത്തു പോവുകയായിരുന്നു. അതിനുശേഷമാണ് SFI അടക്കം ഈ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അതായത് ഈ ഒരു ജാതി അധിക്ഷേപം മാത്രമല്ല, ഈ ഒരു വിദ്യാർത്ഥികളുടെ പല കാര്യങ്ങളിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. അതിനൊപ്പം തന്നെ ഈ ഒരു ജാതി അധിക്ഷേപം നടത്തിയ ഈ വിജയകുമാരിക്കെതിരെ അടക്കം SFIയുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു VCയെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രതിഷേധം അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നൊരു സൂചന നൽകിയതിനു ശേഷമാണ് ഈ ഒരു പരിപാടികൾക്ക് ശേഷം, ഈ ഒരു യോഗ നടപടികൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ VCയുടെ വാഹനം തടഞ്ഞതും തുടർന്ന് ഈ പ്രവർത്തകരുമായി പോലീസുമായി ഉന്തും മറ്റും ഉണ്ടാവുകയും തുടർന്ന് പോലീസുവരെ ബലപ്രയോഗത്തിലൂടെ കൂടിയായിരുന്നു അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തുടർന്നായിരുന്നു VCക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്നും പോകാൻ കഴിഞ്ഞത്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ ഈ ഒരു വിഷയമായി, ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് SFI അറിയിച്ചത് കേട്ടോ. അതായത് വരും ദിവസങ്ങളിലും SFIയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകും എന്നല്ല കരുതേണ്ടത്? തീർച്ചയായും. കാരണം ഈ ഒരു ഡീനെതിരെ കൃത്യമായി നടപടി എടുക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന ഒരു വിഷയം. മാത്രമല്ല ഈ ഡീൻ സെനറ്റ് യോഗത്തിലടക്കം പങ്കെടുത്തു. സെനറ്റ് യോഗത്തിൽ ഈ ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി അത് അത്തരത്തിലൊരു അനുവാദം നൽകാത്ത തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളടക്കം ചെയ്തു. അതിനെല്ലാം VCയും പിന്നെ ഒപ്പം തന്നെ ചാൻസലർ അടക്കം മൗനസമ്മതം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഈ ഒരു പദവിയിൽ തുടരാനുള്ള ഈ ഒരു സാഹചര്യം ഒരുക്കി നൽകി എന്നാണ് പറയുന്നത്. ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നുണ്ട്. ഇതിൽ കൂടുതൽ സമര നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് SFI അറിയിച്ചത്. കാരണം ഈ ഒരു വൈസ് ചാൻസലറെ ഇത്തരത്തിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന തരത്തിലേക്ക് അടക്കമുള്ള പ്രസ്താവനകൾ ഈ ഒരു SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഉന്നയിച്ചിരുന്നു. അതെല്ലാം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുമാണ്. അത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിനിടയിലാണ് പിന്നീട് VCയുടെ വാഹനം തടഞ്ഞതും തുടർന്ന് സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നതും. ഇനിയൊരു സാഹചര്യം, അതായത് വിദ്യാർത്ഥികളുടെ വളരെയധികം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള SFIയുടെ പ്രതിഷേധം, ഒപ്പം തന്നെ ഈ ഒരു PhD സ്റ്റുഡന്റിന് നേരിടേണ്ടി വന്ന ജാതി അധിക്ഷേപം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. CN വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അതിനിടെ SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു.